ഹലോ ഗൈസ്, നമുക്കിന്ന് ചക്ക കൊണ്ടൊരു വെറൈറ്റി ഐറ്റം നോക്കിയാലോ. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ ഒരു ചക്ക കൊണ്ട് നമുക്കിന്നൊരു വെറൈറ്റി ഹൽവ തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചക്ക നമ്മൾ ചവണിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഗോതമ്പെടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ടത് നല്ലപോലെ അരിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഏലക്ക എടുത്ത് പഞ്ചസാരയോടൊപ്പം ഒന്ന് പൊടിച്ച് വെക്കുക. ഏലക്ക മാത്രം ഇടുമ്പോൾ പൊടിയാത്തത് കൊണ്ടാണ് ഈ ഒരു പഞ്ചസാര കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക എടുത്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചക്കയും ഇതിനകത്ത് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു പാത്രം എടുത്ത് ഇതെല്ലാം എടുത്ത് ഒഴിച്ചു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ആ ഒരു വെള്ളത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിനകത്തുള്ള ആ ഒരു പശ കളഞ്ഞ് ഒന്ന് അരച്ചെടുത്ത് വെക്കുക. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം മാത്രമേ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഇങ്ങനെ പശയൊക്കെ കളഞ്ഞു വെച്ച് ആ ഒരു ഗോതമ്പിൻ്റെ പാല് നമ്മൾ അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ അതിനെ ഒന്ന് ഇളക്കി കുറച്ച് ഇങ്ങനെ വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്നതായിട്ടുള്ള ആ ഒരു ശർക്കര പാനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച ശേഷം നമ്മൾ കുറേ നേരം നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നല്ലപോലെ ഇളക്കി നമ്മൾ കുറുകി വരണം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇതിനെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നതനുസരിച്ച് അത് നല്ല രീതിയിൽ കുറുകി ആ ഒരു പരുവത്തിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതായിട്ടുള്ള ആ ഒരു ഏലക്കയും പഞ്ചസാരയും കൊണ്ടുള്ള ആ ഒരു പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. അത് ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി നമ്മുടെ പാത്രത്തിൽ നിന്ന് ഈ ഒരു ഹൽവ ഇളക്കി വരുന്ന പരുവം വരെ ആവുന്നവരെ നല്ലപോലെ ഇളക്കി കൈവിടാതെ തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേണ്ട പാത്രത്തിൽ അത് സെറ്റാക്കാൻ വെക്കാം. അതൊന്ന് തണുത്ത് കട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണേ. ബൈ.